ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നാട്ടു പോകുന്ന വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മളങ്ങനെ രാവിലെ 11 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ. ഇത് നെജ്റാൻ എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. വീട്ടിൽ നിന്ന് നെജ്റാൻ എയർപോർട്ടിലേക്ക് ഏകദേശം 1 മണിക്കൂർ സമയം എടുക്കും കേട്ടോ അങ്ങോട്ടേക്ക് എത്താൻ. 3:15 ഫ്ലൈറ്റ്. ശരിക്കും ഒരു 12 മണിക്കൊക്കെ ഇറങ്ങിയാൽ മതി. പക്ഷെ ഞങ്ങൾ കുറച്ച് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴിയിലുള്ള കാഴ്ച കേട്ടോ ഇത്. അധികം വീടുകളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇതിപ്പോൾ നെജ്റാൻ എയർപോർട്ടിലേക്ക് കയറുന്ന വഴി കേട്ടോ ഇത്. ഇവിടെ മൊത്തത്തിൽ പച്ചപ്പൊക്കെ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇത് എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറുന്ന വഴി കേട്ടോ ഇത്. എൻട്രൻസിൻ്റെ അവിടെ അറബിയിലും ഇംഗ്ലീഷിലൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ അകത്തേക്ക് കയറുന്ന എൻട്രൻസ്. അതിൽ എഴുതി വെച്ചിരിക്കുന്ന മത്താർ നെജ്റാൻ എന്നാണ്. അതിൻ്റെ മീനിങ് നെജ്റാൻ എയർപോർട്ട് എന്നാണ്. ഏത് എയർപോർട്ടിലുള്ളത് പോലെ ഇവിടെയും ഉണ്ട് കേട്ടോ പേയ്മെൻറ്റ് ചെയ്യൽ. ഇപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഇനി അതിന് ശേഷം ഞാൻ വണ്ടി പാർക്ക് ചെയ്യാനാണ് പോകുന്നത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ലഗേജൊക്കെ എടുത്തു കേട്ടോ. അൽഹംദുലില്ലാ വെയിറ്റൊക്കെ ഓക്കെ. ലഗേജ് വിട്ടു, ബോർഡിംഗ് പാസ് കിട്ടി. പിന്നെ കുറച്ച് ടൈമത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. കുറച്ച് ഞാൻ പിന്നെ പറയാത്. ഞാൻ എയർപോർട്ടിൽ കണ്ടാട്ടത്. എയർപോർട്ടിൽ കണ്ടാണിത്. ഇതിലൊരു കോയിൻ ഉണ്ട്. ഇത് നമ്മൾ അടിവരെ എത്തിക്കണം. അതാണ് ഫ്രണ്ട്സ്. ഇതിൻ്റെ അകത്ത് ആക്കണ്ട്. അത് തിരി ടാസ്ക്കാണ്. അപ്പോൾ ഇതിൻ്റെ റെഡി ആക്കിയിട്ട് കാണാം ഫ്രണ്ട്സ്. ഇതാ ഞാൻ കറക്റ്റാക്കി. നമുക്ക് ഇത് കളിക്കാം. ഇത് വേറെ കളിക്കാനുള്ള ഏരിയയാണ്. എങ്ങനെ കളിക്കുന്നതെന്ന് അറിയില്ല. ഞങ്ങൾ അങ്ങോട്ട് തിരിച്ച് കളിച്ചു കേട്ടോ. പിന്നെ ചെറിയ കുട്ടികൾക്കുള്ള പാർക്കാട്ടോ ഇത്. സീറ്റും ഇരിക്കാനുള്ളതൊക്കെ കുഞ്ഞ കുട്ടികൾക്കുള്ളതാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നിയത് ഇതാട്ടോ. ഇത് ഞാനും എൻ്റെ അനിയത്തിയും കൂടിയിട്ട് ഞങ്ങൾ വാച്ചിൽ ടൈമർ വെച്ചിട്ട് ഇതാക്കാൻ തുടങ്ങി. ഫസ്റ്റൊക്കെ കുറച്ച് പാടായിരുന്നു. പിന്നെ ഈസിയായി വന്നു. അതാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്യാൻ നോക്കി. ഞാൻ തന്നെ ഏറ്റവും ഫസ്റ്റ് ചെയ്തത്. ഞാൻ 36 സെക്കൻഡ്സിൽ ഇത് കംപ്ലീറ്റ് ആക്കി. ഞാൻ കളിക്കുന്നത് കണ്ടിട്ടൊരു കുട്ടി വന്നു കേട്ടോ. സൗദി കുട്ടിയാണ് തോന്നുന്നു. അവന് ഞാൻ ചെയ്യുന്നത് നോക്കിയിരിക്കുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് ഞാൻ എല്ലാത്തിലും കയറി കേട്ടോ. എല്ലാം ചെറുതാട്ടോ. അതാ നോക്ക്, സീറ്റൊക്കെ നല്ല ചെറുതാണ്. കുഞ്ഞേ കുട്ടികൾക്ക് വന്ന് കളിക്കാനുള്ള കേട്ടോ. ഇതൊക്കെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടോ ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് വന്നത്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കഫേ ഉണ്ട് കേട്ടോ. പക്ഷേ അത് ഓപ്പൺ അല്ല. പിന്നെ ഒരു ഫോട്ടോ എടുക്കാനുള്ള സാധനം ആയിട്ടുള്ളത്. ഞാൻ അതിൽ കയറി ഇരുന്ന് നോക്കിട്ടോ. ചെറുതാണ്, ചെറിയതാണ്. അങ്ങനെ ഞങ്ങളെ ഫ്ലൈറ്റിൻ്റെ ടൈമായിട്ടോ. അങ്ങനെ ബോർഡ് പാസ്സൊക്കെ എടുത്ത് ഞങ്ങൾ സെറ്റായി നിന്നു കേട്ടോ. അങ്ങനെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഫ്ലൈറ്റ് ഫ്ലൈ ദുബായ് ആയിട്ടുള്ളത്. ഞങ്ങൾ 3 പേരാണുള്ളത്. ഞങ്ങളുടെ സീറ്റ് നമ്പർ 10E 10D 10F ആയിരുന്നു കേട്ടോ. ഞാൻ വിൻഡോ സീറ്റ് ആട്ടെടുത്ത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ കണ്ടാണ്. ഓക്കെ കേട്ടോ. ഇങ്ങനെ ഒരു ഇത് ഇങ്ങനത്തെ ഇതിൽ എങ്ങനെ മാപ്പ് എടുക്കാന്നറിയോ. നമ്മൾ ഇങ്ങോട്ടാക്കുക. അപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷ് വന്നിടാവും. ഇംഗ്ലീഷിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ പാട്ട് എന്തൊക്കെ വരും. ഇവിടെ ഗെയിംസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ. അപ്പം മേലെ ഇതാ കണ്ടോ ഒരു ഫൈറ്റേഴ്സിനും എല്ലാം അമർത്തുക. അതാ നമ്മളെല്ലാ ഡീറ്റെയിൽസ് വരും. ഇതിലാണ് ക്ലിക്ക് ചെയ്യാം. വന്നു തുടങ്ങി കേട്ടോ. ഈ വിമാനത്തിൽ ഈ ചിഹ്നത്തിൽ അമർത്തിയ ഇവിടെ എത്തില്ല. ഇവിടുന്ന് ദുബായിക്കാണ് പറക്കുന്നത്. നമുക്കിത് ഇഷ്ടത്തിന് ഇങ്ങനെ കേൾക്കടാ. ഫ്ലൈറ്റിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആട്ടോ ഇത്. അവരൊരു കാർട്ടൂൺ പോലെയാണ് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കണ്ടിരിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ തോന്നുന്നു ഇവരിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്.
ഞാൻ സാധാരണ മറ്റു ഫ്ലൈറ്റുകളിലൊക്കെ കണ്ടിരിക്കുന്നത് എയർ ഹോസ്റ്റേഴ്സ് ചെയ്യുന്നതാട്ടോ. ഇതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, അതുകൊണ്ടാട്ടോ ഞാൻ വീഡിയോ എടുത്തത്. Bye Saudi Arabia. Bye bye Saudi Arabia. ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ടേക്ക് ഓൺ ചെയ്യുന്ന ടൈമിൽ എനിക്ക് ചെവി വേദന വരാറുണ്ട്. അധികം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ടി വിയിൽ കുറച്ച് പോർഷൻസ് അവൈലബിൾ ആണ്. അപ്പം ഞാൻ അത് കുറച്ചിരുന്ന് കണ്ടു. പിന്നെ മൂവീസ് ഉണ്ട്, അത് പേയ്മെൻറ്റ് ചെയ്തിട്ട് കാണുന്നതാണ്. പിന്നെ കുറച്ച് നേരം ഞാൻ മാപ്പൊക്കെ നോക്കിട്ടോ, ആ ടി വിയിൽ കുറച്ച് മാപ്പൊക്കെ നോക്കി. ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ തന്നെ ഫുഡിന് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡ് വന്നു. ഫുഡ് ഞാൻ ഓർഡർ ചെയ്തത് നോൺ വെജാണ്. എൻ്റെ അനിയത്തി വെജാണ് ഓർഡർ ചെയ്തത്. നോൺ വെജ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു. പിന്നെ ഇങ്ങനെ ദുബായിൽ ലാൻഡ് ചെയ്യേണ്ട ടൈമായിട്ടോ. വിൻഡോസിൻ്റെ അകത്തു കൂടെ ഇങ്ങനെ കേട്ടോ കാണുന്നത്. ഇത് ഫ്ലൈറ്റിൽ നിന്നുള്ള വ്യൂ ആണ്. നൈറ്റായ കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ദുബായിയുടെ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഈ വ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായോ? കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങളിതാ ദുബായിൽ ലാൻഡ് ചെയ്തു. ഞങ്ങളിതാ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കണക്ഷൻ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് ബസ്സിലാട്ടോ പോകുന്നത്. ഇവിടെ അധികം വെയിറ്റിംഗ് ഇല്ല കേട്ടോ, ആകെ 1 മണിക്കൂറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം കാര്യങ്ങൾ ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ ചോദിച്ചിട്ടോ ഞങ്ങളെ ഗേറ്റ് എവിടെയെന്ന്. അപ്പോൾ അവർ കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങളുടെ ഗേറ്റിലേക്ക് ഞങ്ങൾ പോവാണ്. നമുക്കൊരു ഫാമിലീനെ ഫ്രണ്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് നമ്മുടെ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യുന്നത്. ഇത് ചെക്ക് ചെയ്യൽ കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ക്യാരി ചെക്ക് ചെയ്യട്ടോ ചെയ്യുന്നത്. ഫ്ലൈറ്റിക്ക് ഇനി വീണ്ടും ബസ്സിൽ തന്നെ പോകണം കേട്ടോ. നമ്മളിപ്പോൾ ആ സെക്ഷനിലേക്ക് പോവുകയാണ്. ആകെ 1.5 മണിക്കൂറുള്ളൂ കേട്ടോ വെയിറ്റിങ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇപ്പം തന്നെ കയറി തുടങ്ങി. നമ്മളവിടെ ബോർഡിംഗ് പാസ് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ഫ്ലൈറ്റ് ദുബായ് സ്റ്റാർട്ട് ചെയ്തിട്ട് വേഗം പോയിക്കോന്നാണ് പറഞ്ഞത്. ഒന്നിനും ടൈമില്ല കേട്ടോ, ഇരിക്കാനൊന്നും ടൈമില്ല. വേഗം തന്നെ നമ്മൾ കയറുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ബസ്സിലാണ് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് വരുന്നത്. പിന്നെയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ ഈ ഫ്ലൈറ്റിലും ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ചിക്കൻ മുളകിട്ടതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. ഇത് വെജാട്ടോ. വെജ് അത്ര രസമല്ല, പരിപ്പും ഇതാണ്. പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വളരെ ടയേർഡായിരുന്നു. പിന്നെ അതുമാത്രമല്ല മൊബൈലിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാ ലഗേജുകളൊക്കെ കിട്ടി. ഇനി ഞങ്ങൾ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നാട്ടിലെ വിശേഷങ്ങളായി അടുത്ത വീഡിയോ വരുന്നത്. ബൈ.